സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിന്റെ ശബ്ദം ഇനി കോടതി മുറികളിൽ ഉയരും. ഇന്ന് ഹൈക്കോടതിയിൽ അഭിഭാഷകയായി എൻറോൾ ചെയ്തു. സഭ തനിക്കെതിരെ എടുത്ത അന്യായങ്ങളും കേസുകളുമാണ് അഭിഭാഷകയാകാൻ പ്രേരിപ്പിച്ചതെന്ന് അഡ്വക്കേറ്റ് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ പറഞ്ഞു. സഭയ്ക്കകത്ത് ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് സിസ്റ്റർ ലൂസി കളപ്പുര. പക്ഷേ ഇപ്പോൾ സിസ്റ്റർ ഒരു പുതിയ റോളിലേക്ക് കടക്കുകയാണ്. അതും ഒരു പോരാട്ടത്തിന്റെ തുടക്കമാണ് എന്നാണ് സിസ്റ്റർ നേരത്തെയൊക്കെ പ്രതികരിച്ചിട്ടുള്ളത്. അഭിഭാഷകയായി മാറിയിരിക്കുകയാണ്. ഇന്ന് എൻറോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ അഭിനന്ദനങ്ങൾ. ഒരു വലിയ പോരാട്ടത്തിന് ശേഷമുള്ള ഒരു തുടർ പോരാട്ടമാണോ ഇത്? ഒരു തുടർ പോരാട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ നേരിട്ടത് ഒരു അനീതിയാണ്. ഒരു വലിയൊരു സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ നീതി നിഷേധിക്കപ്പെട്ട സിസ്റ്റേഴ്സിന് സമൂഹ മധ്യത്തിൽ വീണ്ടും ചൂഷണം ചെയ്യപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി ചെറിയൊരു ശബ്ദമാകാൻ കഴിഞ്ഞ ആളാണ് ഞാൻ. അപ്പം അതിൻ്റെ പേരിൽ ഞാനും ഒരു നീതി നിഷേധിക്കപ്പെട്ട ഒരാളായി മാറി. അതാണ് ശരിക്കും എനിക്കൊരു പ്രചോദനമായത്. അങ്ങനെ ആ ഒരു പ്രചോദനം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ തളർന്നു പോകേണ്ട സ്ഥലത്ത് നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നേരിടുന്ന അനീതികളെ നമുക്ക് തളരാതെ നേരിടാനുള്ള ഒരു മനക്കരുത്ത് കൂടുതൽ ശക്തമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലൊരു പ്രചോദനം തോന്നുകയും നീതിന്യായ വ്യവസ്ഥിതിയെ അംഗീകരിച്ചുകൊണ്ട് അവിടെ കേസ് കൊടുക്കുകയും അതിനെ നേരിടുകയും ചെയ്തത്. അത് കൂടുതൽ പഠിക്കാനായിട്ടുള്ള ഒരു നിയോഗമായി മാറി. സമൂഹത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു തരി ഒരു ശബ്ദമാകാൻ എന്നെക്കാളും മുതിർന്ന ഒത്തിരി സഹപ്രവർത്തകരുടെ വക്കീലന്മാരുടെ ജ്യേഷ്ഠ വക്കീലന്മാരുടെ സഹായത്തോടെ അവരുടെ കീഴിൽ പരിശീലനം നേടാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹം പ്രശാന്ത് കുമാർ എൻ്റെ സീനിയർ അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്നാണ് ഞാൻ പഠിച്ചെടുക്കുന്നത്. അതാണ് ഒരു പുതിയ പോരാട്ടത്തിന് കൂടി തുടക്കം കുറിക്കുകയാണ് സിസ്റ്റർ ലൂസി കളപ്പുര. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.